സൗദി അറേബ്യയിൽ ഫാമിലി മൾട്ടിപ്പിൾ ഓർ സിംഗിൾ എൻട്രി വിസിറ്റിംഗ് വിസയിൽ സൗദിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ മോഫ വെബ്സൈറ്റിൽ നിന്നും പുതിയ ഒരു അപ്ഡേറ്റ്സ് ഉണ്ട്. വിസ ഇഷ്യൂയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. നവാസ് ഓഫീസാണ് ദമാമിൽ നിന്ന് 100 ഡേയ്സ് ഓഫ് സൗദി ഇൻഫോടോക്സിൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ മോഫ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് വിസ ഇഷ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മൾട്ടിപ്പിൾ അതല്ലെങ്കിൽ സിംഗിൾ എൻട്രിയോ കാണിക്കുന്നില്ല. മുമ്പ് ഇഷ്യൂ ചെയ്ത് വെച്ച ആളുകൾ കാണുന്നുണ്ടെങ്കിലും അപ്ലിക്കേഷൻ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിലും അപ്ലിക്കേഷൻ ചേംബർ ചെയ്ത് വിസ ഇഷ്യൂ ഇറങ്ങിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ വെബ്സൈറ്റിൽ ആ റെഫറൻസ് നമ്പറും ഇക്കാമ നമ്പറും ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലും മൾട്ടിപ്പിൾ എൻട്രി ഓർ സിംഗിൾ എൻട്രി എന്ന് കാണിക്കുന്നില്ല. ഇത് മുൻകാലങ്ങളിൽ തന്നെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചിരുന്നു. അതാത് കോൺസുലേറ്റിൽ നിന്നുള്ള കോൺസുലേറ്റ് ആയിട്ടുള്ള മുംബൈ, ബഹ്റൈനോ അല്ലെങ്കിൽ ദുബായിയോ ഇതേപോലെയുള്ള അതാത് കോൺസുലേറ്റിൽ നിന്നും തീരുമാനിക്കുന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും മൾട്ടിപ്പിൾ എൻട്രിയോ സിംഗിൾ എൻട്രിയോ 30 ദിവസത്തേക്കാണോ 90 ഡേയ്സിലേക്കാണോ 365 ഡേയ്സ് 1 ഇയറിനേക്കാണോ എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 16-ാം തീയതിക്ക് ശേഷം VFS സബ്മിറ്റ് ചെയ്തതിന് ശേഷം കോൺസുലേറ്റിൽ നിന്നും വിസ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി മുതൽ 1 ഇയർ കിട്ടുമോ, 30 ദിവസം കിട്ടുമോ, 90 ദിവസം കിട്ടുമോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ. അത് മുൻകൂട്ടി VFS സ്റ്റാഫുകൾക്കോ അവരുടെ ആളുകൾക്ക് പോലും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ ജൂൺ 16-ന് ശേഷം VFS സബ്മിറ്റ് ചെയ്ത് കിട്ടി 90 ഡേയ്സ് കിട്ടും, അല്ലെങ്കിൽ 1 വർഷം കിട്ടും. അത് ഭാഗ്യം പോലെ ഇരിക്കും, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. ഇനി അതല്ല, നിങ്ങളൊരു ജൂൺ 20-ന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്, അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുൻകാലങ്ങളിൽ കൊടുത്ത ആളുകൾ എങ്ങനെയാണോ അടിച്ച് വന്നിട്ടുള്ളത് അത് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്ലിക്കേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അപ്ലിക്കേഷൻ എടുത്തോളൂ. അത് മൾട്ടിപ്പിൾ തന്നെ ആണെന്നുണ്ടെങ്കിലും സിംഗിൾ എൻട്രി ആണെന്നുണ്ടെങ്കിലും അത് VFS നിന്നും സബ്മിറ്റ് ചെയ്ത് കോൺസുലേറ്റ് തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് അപ്ലിക്കേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം എടുത്തോളൂ. മോഫ വെബ്സൈറ്റിൽ VFSന്റെ അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് മൾട്ടിപ്പിൾ ആണോ സിംഗിൾ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. അല്ലെങ്കിൽ സിംഗിൾ എൻട്രി മാത്രം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജൂൺ 16-ന് ശേഷം VFS സബ്മിറ്റ് ചെയ്തോളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും അപ്ലിക്കേഷന് മോഫയുടെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് മോഫ അപ്ഡേറ്റ്സ് എന്നോ അല്ലെ ഫാമിലി വിസിറ്റിംഗ് വിസ എന്നോ ഒന്ന് ടൈപ്പ്